ഹലോ എവരി വൺ, മാസ്റ്റർ മൈൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ക്ലാസ് 6 ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ അതാണ് പഠിക്കാൻ പോകുന്നത്. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ ഇംഗ്ലീഷ് വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയാണ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എക്സാം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ വായിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, ഇംഗ്ലീഷിൽ തന്നെയാണ് വായിക്കേണ്ടത്. പക്ഷേ അത് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക, അതിനുശേഷം NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാരണത്താലോ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ ഈ വീഡിയോ കണ്ട് അത് വായിക്കുക. വീണ്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യുക. ഇങ്ങനെ തുടർന്ന് ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്തായാലും അത് നന്നായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് വാട്ട് ക്യാൻ വി നോ എബൌട്ട് ദി പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മളിപ്പോൾ ഏർലിയസ്റ്റ് പീപ്പിളിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന അറിവ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗെറ്റ് ടു നോ എബൌട്ട് ദി ഫുഡ് ഹാബിറ്റ്സ്, വാട്ട് പീപ്പിൾ ഈറ്റ്. എന്തൊക്കെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചിരുന്നത്, ഏതൊക്കെ തരത്തിലായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഒരു അറിവും നമുക്ക് കിട്ടും. പിന്നെ അവരുടെ ക്ലോത്തിങ്ങിനെ കുറിച്ച്, ക്ലോത്തിങ് മീൻസ് ഏതൊക്കെ തരത്തിലുള്ള ക്ലോത്ത്സാണ് അവർ ധരിച്ചിരുന്നത്, എന്തുപയോഗിച്ചിട്ടുള്ള ഫാബ്രിക്കാണ് അവർ യൂസ് ചെയ്തിരുന്നത്, നാച്ചുറലാണോ ആർട്ടിഫിഷ്യലാണോ, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് പീപ്പിൾ മോസ്റ്റ്ലി യൂസ്ഡ് ആനിമൽ സ്കിന്നായിരുന്നു ആദ്യകാല മനുഷ്യന്മാരുടെ ക്ലോത്തിങ് പാറ്റേൺ. പിന്നെ ഹൗസസ്, എബൌട്ട് ദി ഹൗസസ്, അവർ ഏത് തരത്തിലുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത്, മഡ് കൊണ്ടുണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ റൂഫ് എങ്ങനെയായിരുന്നു, കോൺക്രീറ്റ് ആയിരുന്നോ, താച്ച്ഡ് റൂഫായിരുന്നോ എന്നൊക്കെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. പിന്നെ അവരുടെ ലിവിങ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഓക്കുപ്പേഷൻ എന്തായിരുന്നു. ചില ആൾക്കാർ ഹണ്ടേഴ്സ് ആയിരിക്കും, അതായത് ഹണ്ട് ചെയ്ത് ഫുഡ് കഴിക്കുന്നവരായിരിക്കും, വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്ത്. പിന്നെ ഹേർഡേഴ്സ് ആയിരിക്കും, ഹേർഡേഴ്സ് മീൻസ് റിയറിങ് ആനിമൽസ്. പിന്നെ ഫാമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ റൂളിങ് ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരായിരിക്കും. മെർച്ചൻസ് എന്ന് പറയുമ്പോൾ ട്രേഡ് നടത്തുന്ന ആൾക്കാർ. പിന്നെ പ്രീസ്റ്റ് ആയിരിക്കാം, ആർട്ടിസ്റ്റ് ആയിരിക്കാം, മ്യൂസീഷ്യൻ ആയിരിക്കാം, സയൻറ്റിസ്റ്റ് ആയിരിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള ഓക്കുപ്പേഷൻസ് ഉള്ള ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. ഏർലിയസ്റ്റ് പീരീഡിലുള്ള ആൾക്കാരും ഇങ്ങനെ പലതരം ഓക്കുപ്പേഷൻസിൽ എൻഗേജ്ഡ് ചെയ്ത ആൾക്കാരാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, വേർ ഡിഡ് പീപ്പിൾ ലിവ്. ഈ ഏർലിയസ്റ്റ് പീപ്പിൾ എവിടെയാണ് ലിവ് ചെയ്തിരുന്നത്, അവരുടെ പ്രിഫറൻസ് എന്തായിരുന്നു നോക്കാം. നമ്മൾ ഏത് ഏർലിയസ്റ്റ് സെറ്റിൽമെൻറ്റ് നോക്കിയാലും അവരുടെ സെറ്റിൽമെൻ്റ് എല്ലാം ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ ആയിരിക്കും. റിവർ അല്ല, ഒരു വാട്ടർ സോഴ്സിൻ്റെ അടുത്തായിരിക്കും അവരുടെ സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ടാകുക. അതുപോലെ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടായ എവിഡൻസ് വെച്ചിട്ട് അവരുടെ റൈറ്റിംഗ് മീൻസ് കുറച്ച് അങ്ങോട്ടത്തുമ്പോൾ മനസ്സിലാവും, മാനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, അങ്ങനത്തെ ഒക്കെ റൈറ്റിങ്സ് ഒക്കെ വെച്ച് ആർക്കിയോളജിസ്റ്റ് അസ്യൂം ചെയ്ത കാര്യങ്ങളാണിത്. അപ്പോൾ ഫസ്റ്റ് ഏർലിയസ്റ്റ് സെറ്റിൽമെൻറ്റ് വാസ് സെറ്റിൽമെൻ്റ് ആയിട്ടില്ല, എന്നാലും അവരൊരു സ്ഥലത്ത് തന്നെ കുറേ ദിവസമായിട്ട് ആദ്യകാലത്ത് അങ്ങനെ ജീവിച്ചൊരു പ്രവണത കണ്ടിട്ടില്ല. എന്നാലും ഏർലിയസ്റ്റ് ലൈഫ് ഉണ്ടായത് ഇന്ത്യയിൽ ബാങ്ക് ഓഫ് നർമ്മദ റിവറാണ്. നർമ്മദ റിവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നർമ്മദ റിവർ വരുന്നത്, കണ്ടോ. അപ്പോൾ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി നർമ്മദ റിവറാണ് ഏർലിയസ്റ്റ് പീപ്പിൾ സ്റ്റാർട്ടഡ് ദർ ലൈഫ്. ആൻഡ് ദേ വർ മെയിൻലി സ്കിൽഡ് ഗ്യാദറേഴ്സ് ആൻഡ് ഹണ്ടേഴ്സ്. അവരുടെ ഓക്കുപ്പേഷൻ ഗ്യാദറിങ് ആൻഡ് ഹണ്ടിങ്. ഗ്യാദറിങ് റൂട്ട്സ്, ഫോറസ്റ്റ് പോയിട്ട് റൂട്ട്സ്, നട്ട്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ
ഗ്യാദർ ചെയ്യുക, അത് അവരുടെ ഫുഡ് സോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആനിമൽസിനെ ഹണ്ട് ചെയ്യുക. അടുത്തൊരു സൈറ്റാണ് സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ടു ദി നോർത്ത് വെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഡ്രഫ് ഡയഗ്രാം മാത്രമാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എവിടെയാണ് വരുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എവിടെയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അവിടുത്തെ ആൾക്കാർ എൻഗേജ് ചെയ്തിരിക്കുന്നത് ഗ്രോയിങ് ക്രോപ്സ്, അതായത് അവർ ക്രോപ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. മെയിൻ ക്രോപ്സ് ആർ വീറ്റ് ആൻഡ് ബാർലി. പിന്നെ റിയറിങ് ആനിമൽസിനെ റിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആനിമൽസ് റിയർ ചെയ്തതിൽ ഷീപ്പ് ഉണ്ടായിരുന്നു, ഗോട്ട് ഉണ്ടായിരുന്നു, കാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്ഥലം പീപ്പിൾ ലിവ് ചെയ്തത് ഗാരോ ഹിൽസ് ടു ദി നോർത്ത് ഈസ്റ്റ് ആണ്. അത് മേഘാലയയിലാണ് ഗാരോ ഹിൽസ് ഉള്ളത്. ഈ ഒരു സൈഡിലായിട്ടാണ് വരിക. അപ്പോൾ അവിടെയും പീപ്പിൾ ലിവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാരോ ഹിൽസിൽ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ എവിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നോർത്ത് ഓഫ് വിന്ധ്യാസ് മീൻസ് സെൻട്രൽ ഇന്ത്യയിൽ. ഈ മാപ്പിൽ നോക്കിയാൽ ഇവിടെയാണ് നർമ്മദ റിവർ ഉള്ളത്. ഈ നർമ്മദ റിവറിൻ്റെ നോർത്തിലാണ് വിന്ധ്യാസ് റേഞ്ച് വരുന്നത്. അവിടെയാണ് റൈസ് കൾട്ടിവേഷൻ ഫസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. പിന്നെ ഏർലിയസ്റ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഇൻഡസ് റിവേഴ്സ് ആൻഡ് ട്രിബ്യൂട്ടറീസിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതാ ഇൻഡസ് റിവർ, ഇതാണ് ഇൻഡസ് റിവറിൻ്റെ ഇത്. പിന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ജലം, രവി, ചെനബ്, ബി, സത്ലജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദീസ് റിവർ, ഈ റിവേഴ്സിൻ്റെയൊക്കെ ബാങ്ക്സിലാണ് പിന്നെ സെറ്റിൽമെൻറ്റ് കണ്ടു തുടങ്ങിയത്. ഏർലിയസ്റ്റ് സിറ്റീസൊക്കെ ഓൺ ദി ബാങ്ക്സ് ഓഫ് ഇൻഡസ് റിവറിലാണ് ഫ്ലറിഷ് ചെയ്തത്. അതായത് ഓൾമോസ്റ്റ് അറൗണ്ട് 4700 years ago ഏർലിയസ്റ്റ് സിറ്റീസൊക്കെ ഉണ്ടായത് ഈ ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്. ഇനി അടുത്ത കുറച്ചും കൂടി ന്യൂലി ഡെവലപ്ഡ് സിറ്റീസൊക്കെ ഗംഗാ റിവർ ബേസിനിലാണ് ഉണ്ടായത്. ഗംഗാ റിവറിൽ ഇതെവിടെ കാണാം, ഗംഗാ റിവർ ഇതാണ്. അപ്പോൾ ഗംഗാ റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ട് യമുന ഉണ്ട്, ഗോമതി, ഗണ്ഡക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും സ്റ്റാർട്ടഡ് ലിവിങ്. അപ്പോൾ അത് ഇൻഡസിലാണ് ഏർലിയസ്റ്റ് സിറ്റീസ്. അത് കഴിഞ്ഞിട്ടാണ് ബാങ്ക്സ് ഓഫ് റിവർ ഗംഗയിൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മഗധ കിങ്ഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ ഒരു ബിഗ്ഗസ്റ്റ് കിങ്ഡമാണ് മഗധ. അത് കുറച്ച് കഴിഞ്ഞ് മുൻപോട്ടുള്ള ചാപ്റ്റേഴ്സിൽ മനസ്സിലാവും. അത് ഗംഗാ റിവറിൻ്റെ സൗത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് പ്രസൻ്റ്ലി സ്റ്റേറ്റ് ഓഫ് ബീഹാറിലാണ്. പവർഫുൾ കിങ്ഡം ആയിരുന്നു, വെരി പവർഫുൾ കിങ്ഡം ആയിരുന്നു മഗധ കിങ്ഡം. ആൻഡ് ദേ സെറ്റപ്പ് എ വെരി ലാർജ് കിങ്ഡം almost in the northeast side. Then we can look at why South Asian often called a subcontinent. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നൊക്കെയാണ് പറയാം. അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇന്ത്യ ഒരു കൺട്രി ഒക്കെ ആണല്ലോ, എന്നിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് സൗത്ത് ഏഷ്യയിലെ മൊത്തം സബ് കോണ്ടിനെൻ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ലാർജ് ഇനഫ്. അതായത് ഒരു കൺട്രീനേക്കാളും ലാർജാണ്, പക്ഷേ ഒരു കോണ്ടിനെൻറ്റിനേക്കാളും സ്മോളാണ്. അതുകൊണ്ടാണ് സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ഏഷ്യ ബൈ സീസ്, ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. കാണാം, ഇന്ത്യനെ തന്നെ എടുക്കുന്നതാണെങ്കിൽ ഇന്ത്യ തന്നെ ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ ഇവിടെ ഡെസേർട്ട് ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റ്, ഇവിടെ ഹിമാലയൻ റീജിയൻ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ ഏഷ്യൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. മൊത്തം സൗത്ത് ഏഷ്യ എടുക്കുന്നതാണെങ്കിലും അത് മൊത്തം ഹിൽസ്, മൗണ്ടൻസ്, ഡെസേർട്ട്സ്, റിവേഴ്സ് ഒക്കെ കൊണ്ട് കവേർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജേർണി ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ ടൈമിൽ. പക്ഷേ എന്നിട്ടും ഏർലിയർ ടൈംസ് പീപ്പിൾ ട്രാവൽഡ് ഫ്രം വൺ കൺട്രി ടു അനദർ. എന്തിനൊക്കെയാണ് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാകുക? ഇൻ സെർച്ച് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടു എസ്കേപ്പ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് ഫ്ലഡോ ഡ്രോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടു കോൺക്വർ അതേഴ്സ് ലാൻഡ്. ആ സമയത്തൊക്കെ കിങ്ഡംസും കിങ്സൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ
പീപ്പിൾ സ്റ്റാർട്ടഡ് മാർച്ചിങ് ടുവാർഡ്സ് അതർ ലാൻഡ്. അതായത് അടുത്ത ആളുടെ കിങ്ഡം കോൺക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ചിലപ്പം ആൾക്കാർ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ടു ക്യാരി ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് മെർച്ചൻസ് ഒക്കെ ട്രേഡിങ്ങിൽ എൻഗേജ്ഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടാവാം. പിന്നെ പ്രീസ്റ്റൊക്കെ ഓഫർ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഡ്വൈസസ്. റിലീജിയസ് ഇൻസ്ട്രക്ഷൻസും അഡ്വൈസസും ഒക്കെ കൊടുക്കാനും അല്ലെങ്കിൽ റിലീജിയസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വേറൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ടാവും. കൺട്രി അല്ല, ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് പോയിട്ടുണ്ടാവാം. ചില ആൾക്കാർ ജസ്റ്റ് ഫോർ അഡ്വഞ്ചർ, ഒരു സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ കൊണ്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ടു ഡിസ്കവർ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഡിഡ് ഓൾ ദീസ് മൂമെൻറ്റ്സ് ലീഡ്സ് ടു. ഇങ്ങനെ പീപ്പിൾ സ്റ്റാർട്ടഡ് മൂവിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് എന്താണ് ഒരു ചേഞ്ച് ഉണ്ടായത് നോക്കാം. ചേഞ്ച് എന്തൊക്കെയാണ് ഉണ്ടായത്? പീപ്പിൾ സ്റ്റാർട്ടഡ് ഷെയറിങ് ഓഫ് ഐഡിയാസ്. അതായത് ഓരോരുത്തർക്കുള്ള അറിവുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതായത് ഡിഫറെൻറ്റ് വേ ഓഫ് കാർവിങ് സ്റ്റോൺസ്. ആ ടൈമിൽ കുറേ സ്റ്റോൺ ടൂൾസ് ആയിരുന്നല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ സ്റ്റോൺസൊക്കെ എങ്ങനെ കാർവ് ചെയ്യാം, അതിൽ ഡിഫറെൻറ്റ് വേസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ കമ്പോസിങ് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് വേസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് കുക്കിംഗ് ഫുഡ്, ഇതൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നമ്മളുടെ കൾച്ചർ എൻറിച്ച് ചെയ്യാൻ തുടങ്ങി. എൻറിച്ച്മെൻറ്റ് ഓഫ് കൾച്ചറൽ ട്രഡീഷൻ. അടുത്ത നെയിം ഓഫ് ദി ലാൻഡ് നോക്കാം. നമ്മൾ ഇന്ത്യക്ക് എങ്ങനെ ഇന്ത്യ എന്നുള്ള പേര് കിട്ടി? ഇന്ത്യ കംസ് ഫ്രം ഇൻഡസ്. ഇൻഡസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഇന്ത്യ വന്നത്. ആൻഡ് ഇൻഡസ് എന്നുള്ളതിന് സിന്ധു എന്നാണ് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ ഈ ഇറാനിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവർക്ക് ഇൻഡസ് റിവർ അറിയാം. അപ്പോൾ ആ ഇൻഡസ് റിവറിൻ്റെ ഈസ്റ്റിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ എന്നവർ പേരിടാൻ കാരണം ഈസ്റ്റിലുള്ള ലാൻഡാണ് ഇന്ത്യ. അപ്പോൾ അവർ ദ ലാൻഡ് ഓഫ് ദി ഈസ്റ്റ് ഓഫ് ദി റിവർ ഇൻഡസ് വാസ് കോൾഡ് ഇന്ത്യ. അപ്പോൾ ആ ഒരു പ്ലേസിനെ അവർ ഇന്ത്യ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പേര് വന്നത്. ഭാരത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ നോർത്ത് വെസ്റ്റ് ഹു ആർ മെൻഷൻഡ് ഇൻ ഋഗ്വേദ. ഋഗ്വേദയിൽ മെൻഷൻ ചെയ്ത ആൾക്കാരാണ് ഭാരത് എന്ന് വിളിക്കുന്നത്. അതായത് നോർത്ത് വെസ്റ്റ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് ആദ്യം ഭാരത് എന്ന് വിളിച്ച് തുടങ്ങിയത്. ഋഗ്വേദം എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് വേദയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. പിന്നെ ഫൈൻഡിങ് അബൌട്ട് ദി പാസ്റ്റ്. എങ്ങനെയാണ് ഈ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർക്കിയോളജിസ്റ്റാണ് ഈ നമുക്ക് പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് തരുന്നത്. അവർ ഈ മാനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, പിന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹാൻഡ് കൊണ്ട് എഴുതുന്നതാണ് മാനുസ്ക്രിപ്റ്റ്. ഇറ്റ് ഈസ് യൂഷ്വലി റിട്ടൺ ഓൺ പാം ലീഫ് ഓർ ഓൺ ദി സ്പെഷ്യലി പ്രിപ്പയർഡ് ബാർക്ക് ഓഫ് ബേർച്ച് ട്രീസ്. അതായത് പാം ലീഫിൽ അല്ലെങ്കിൽ ബേർച്ച് ട്രീൻ്റെ ബാർക്കിലൊക്കെയാണ് ഈ മാനുസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ബേർച്ച് ട്രീ മെയിൻലി ഗ്രോൺ ഇൻ ദി ഹിമാലയൻ റീജിയനിലാണ് ഈ ബേർച്ച് ട്രീ ഗ്രോ ചെയ്തിരിക്കുന്നത്. മാനുസ്ക്രിപ്റ്റ്സിൽ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സയൻസിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു, പോയംസ്, ലൈവ്സ് ഓഫ് കിങ്സ്, മെഡിസിൻസ്, എപ്പിക്സ്, പ്ലേസ്, എല്ലാത്തിനെ കുറിച്ചിട്ടും മാനുസ്ക്രിപ്റ്റ്സിൽ ഡെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാനുസ്ക്രിപ്റ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻസും നേരത്തെ ഇവിടെ പാം ലീഫിലൊക്കെയല്ല എഴുതിയിരുന്നത് മാനുസ്ക്രിപ്റ്റ്സ്. അത് കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഇൻസ്ക്രിപ്ഷൻ കുറച്ചും കൂടി ഹാർഡ് സർഫസിൽ എഴുതുന്നതിനാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാം, ഐദർ ഓൺ സ്റ്റോൺ ഓർ മെറ്റൽ. ഇപ്പോൾ കിങ്സ് ഓർഡേഴ്സൊക്കെ ഈ ഇൻസ്ക്രിപ്ഷനായിട്ട് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ മെൻ ആൻഡ് വുമൺ റെക്കോർഡഡ് വാട്ട് അതായത് ഈ ക്യൂൻസൊക്കെ അവർ എന്താണ് ആ ടൈമിൽ ചെയ്തിരുന്നതൊക്കെ ഈ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹാർഡ് സർഫസിൽ സ്റ്റോൺസിലൊക്കെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിങ്സിൻ്റെ ആ ടൈമിൽ കുറേ ബാറ്റിൽസൊക്കെ ഉണ്ടായിരുന്നല്ലോ, കിങ്ഡം അറ്റൈൻ ചെയ്യാൻ വേണ്ടി, കോൺക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ബാറ്റിൽ വിക്ടറീസൊക്കെ ഇതിലൂടെയാണ് ആർക്കിയോളജിസ്റ്റിന് ലഭിച്ചു തുടങ്ങിയത്. ആർക്കിയോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് പാസ്റ്റ് റിമൈൻസ് ഓഫ് ബിൽഡിങ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബ്രിക്ക്, പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചർ.
അതായത് പാസ്റ്റ് റിമൈൻസിനെ കുറിച്ച് പഠിക്കുന്നത്. പാസ്റ്റ് റിമൈൻസ് എന്ന് പറയുമ്പോൾ റിമൈൻസ് ഓഫ് ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളാവാം. വിച്ച് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്കൾപ്ചറിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കാം. അതിനെയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന ആൾക്കാരെയാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആർക്കിയോളജിസ്റ്റ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്കവേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് എക്സ്കവേറ്റ് ചെയ്യും. എക്സ്കവേറ്റ് മീൻസ് അവർ ഡിഗ് അണ്ടർ ദി സർഫസ് ഓഫ് ദി എർത്ത് സർഫസ് ഡിഗ് ചെയ്ത് പല എവിഡൻസും അവർ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എർത്ത് സർഫസ് ഡിഗ് ചെയ്തത് അവർ ടൂൾസ്, വെപ്പൺസ്, പോട്ട്സ്, പാൻസ്, ഓർണമെൻറ്റ്സ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കണ്ടെത്തിയതിൽ കുറേ സാധനങ്ങൾ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്, പിന്നെ ചിലത് ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ബേക്ക്ഡ് ക്ലേ ഓർ മെറ്റൽ. ഇതൊക്കെയാണ് അവർ കണ്ടെത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഹാർഡ് ആൻഡ് ഇംപെരിഷബിൾ സബ്സ്റ്റൻസ് സർവൈവ് ഫോർ എ ലോങ് ടൈം. അത് ഭയങ്കര ഹാർഡായ സംഭവങ്ങളൊക്കെ കുറേ കാലം അവിടെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കിയോളജിസ്റ്റിന് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അല്ലാത്തത് കുറേ കാലത്തിന് ശേഷം അതങ്ങ് നശിച്ചു പോയി, നമുക്കതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. വാട്ട് ഡു ഡേറ്റ്സ് മീൻസ്? ഈ ഡേറ്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ AD ആൻഡ് BC ആണ് യൂസ് ചെയ്യുന്നത്. AD മീൻസ് അന്നോ ഡൊമിനി മീൻസ് ഇൻ ദി ഇയർ ഓഫ് ദി ലോഡ്, അല്ലെങ്കിൽ കോമൺ ഇറ എന്നും കൂടി അതിന് പറയും. അതായത് AD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി ഇയേഴ്സ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിൻ്റെ റെഫറൻസ് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യും. അതിൽ ബിഫോർ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റിന് BC എന്ന് പറയും, ബിഫോർ ക്രൈസ്റ്റ്. അതിനല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ എന്ന് പറയും. ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ദി ജീസസ് ക്രൈസ്റ്റിന് AD എന്ന് പറയും, അന്നോ ഡൊമിനി ഓർ ഇൻ ദി ഇയർ ഓഫ് ലോഡ്, അല്ലെങ്കിൽ കോമൺ ഇറ എന്നും കൂടി പറയും. പിന്നെ BC എല്ലായ്പ്പോഴും ബാക്ക്വേർഡ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. ഇപ്പം നമ്മൾ 100 BC 500 BC എടുക്കുന്നതാണെങ്കിൽ 500 BC ആണ് ആദ്യം ഉണ്ടായത്. അതായത് ഏർലിയസ്റ്റ് പീരീഡ് 500 BC ആണ്. എന്നിട്ട് ഒരു കുറച്ച് ലേറ്റസ്റ്റ് പീരീഡാണ് 100 BC. അങ്ങനെ സാധാരണ നമ്മൾ ഇയർ ഫ്രണ്ട് വാർഡായിട്ടല്ലേ കൗണ്ട് ചെയ്യുക. ഇത് BC ബാക്ക്വേർഡിലേക്കാണ് കൗണ്ട് ചെയ്യുക. അത് 100 BC, പിന്നെ 50 BC, അങ്ങനെ 40 BC, അങ്ങനെ 1 AD 2 AD അങ്ങനെ പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരിക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ബിഗിൻ ചെയ്തത് 8000 years ago ആണ്. ഫസ്റ്റ് സിറ്റീസ് ഓൺ ഇൻഡസിൽ ഫസ്റ്റ് സിറ്റി ഡെവലപ്പ് ചെയ്തത് 4700 years ago ആണ്. ഗംഗാ വാലിയിൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്തത് 2500 years ago ആണ്. ഇപ്പോൾ പ്രസൻറ്റ് അബൌട്ട് 2000 AD ഓർ കോമൺ ഇയർ, ദാറ്റ് ഈസ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ഇതൊന്ന് വായിച്ച് നോക്ക്. പ്രശ്നമൊന്നുമില്ല, വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ താങ്ക്സ്.